ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്തരം ഒരു ക്രൂര കൊലപാതകം നടന്നത് വെറും ഒരു മോഷണ ശ്രമം മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പോലീസ് നായ മണപ്പിച്ചുകൊണ്ട് വീടിന് ചുറ്റും പാഞ്ഞു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഈ വീട്ടിൽ നടക്കുന്ന ദൈനംദിന ചര്യകൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആരോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഷീല കൃത്യം എത്ര മണിക്ക് വീട്ടിൽ വരുമെന്നും ആ വീട്ടിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആരോ ചെയ്തിരിക്കുന്ന ഒരു കൃത്യമാണിതെന്ന് അന്വേഷണ ടീമിന് കൃത്യമായിട്ട് മനസ്സിലായി. ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞ കാർത്യാനി അമ്മ നൽകിയ മൊഴിയായിരുന്നു ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവായി മാറിയത്. ആ കൃത്യം നടത്തിയത് കൃത്യം 3 പേരായിരുന്നു. ഈ 3 പേരിൽ ഒരാളെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും കാർത്യാനി അമ്മ തന്ന മൊഴിയിൽ പറയുന്നു. പോലീസിന്റെ അന്വേഷണം പിന്നീട് ഷീലയുടെ മൊബൈൽ ഷോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന പഴയ ഒരു ജീവനക്കാരൻ